കല്ലാച്ചിയിൽ കോഴിക്കോട് അവിടെ കാറ്റിൽ വീടിന് മുകളിലേക്ക് മരങ്ങൾ പൊട്ടി വീണു. അവിടെയും വീട് ഭാഗികമായി തകർന്നു. ഇന്ന് ഉച്ചയ്ക്ക് ഏകദേശം ഒരു 11:30-ഓടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. 2 മിനിറ്റ് നേരം ഒരു ചുഴലിക്കാറ്റ് വീശി, അതിലാണ് ഈ അപകടം ഉണ്ടാകുന്നത്. കുറ്റിപ്പുറം സൗത്തിലെ വലിയ പറമ്പത്ത് ദേവിയുടെ വീടിന് മുകളിലാണ് മരങ്ങൾ വീണത്. സംഭവം നടക്കുമ്പോൾ വീട്ടിൽ ആളില്ലാതിരുന്നതുകൊണ്ട് വലിയ അപകടം ഒഴിവായി. വീടിൻ്റെ മുൻഭാഗത്തെ വരാന്തയുടെ മേൽക്കൂരയിലാണ് മരങ്ങൾ വീണത്. ചുറ്റുപാട്ടുള്ള മരം മുഴുവനും തെങ്ങും മരവും എല്ലാം പൊരിഞ്ഞ് വീണിച്ച് വീട്ടിന്മേല വീണത്. വീട്ടിൻ്റെ ചുമര് കുറേ പോയിന്, സോനായി പോയിന്, ഓട് മുഴുവനും പോയി. ഷഹീദ് ഉണ്ട് വിവരങ്ങളുമായി. ഷഹീദ്, ആ മേഖലയിൽ വേറെ എവിടെയെങ്കിലും ഇതുപോലെ സമാനമായ അപകടങ്ങൾ ഉണ്ടായോ? ദിവിഷ്, കല്ലാച്ചി വലിയ പറമ്പത്ത് ദേവിയുടെ വീട്ടിന്റെ മുൻവശമാണ് ഈ മരങ്ങൾ വീണ് തകർന്നത്. രാവിലെ 11 മണിയോടുകൂടി ഏകദേശം ഒരു 2 മിനിറ്റ് കുറഞ്ഞ സമയമുള്ള ഒരു മിന്നൽ ചുഴലി രൂപപ്പെടുകയായിരുന്നു. അവിടെ ഇന്നലെ മഴയും ഇതേപോലെ സമാനമായ രീതിയിലുള്ള വലിയ കാറ്റും ചുഴലിക്കാറ്റും ഒക്കെ പ്രദേശത്ത് അനുഭവപ്പെട്ടിരുന്നു. അങ്ങനെയാണ് കാറ്റിലാണ് മരങ്ങൾ വീണത്. മുൻവശത്തുള്ള ഓടും മറ്റ് പട്ടിക ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ തകർന്ന് വീഴുന്ന സാഹചര്യമുണ്ടായി. കുടുംബം ആ സമയത്ത് വീട്ടിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് മറ്റ് അപകടങ്ങൾ ഒഴിവായത്. തൊട്ടടുത്ത് തന്നെയാണ് ഇന്നലെയും സമാനമായ രീതിയിൽ മരങ്ങൾ വീണ് ഒരു വീട് ഏകദേശം ഭാഗികമായി തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനോട് തൊട്ടടുത്ത് തന്നെയാണ് ഇന്ന് അപകടമുണ്ടായ ദേവിയുടെ വീടും. അവിടെ ഇന്ന് മഴ വലിയ തോതിൽ ഉണ്ടായിരുന്നില്ല, ശമനമുണ്ടായിരുന്നു. പക്ഷേ മിന്നൽ ചുഴലിയിൽ പെട്ടെന്നുണ്ടാകുന്ന കാറ്റ് അവിടെ ഈ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് ഇന്ന് ദേവിയുടെ വീട്ടിൽ ഇത്തരമൊരു അപകടം ഉണ്ടായിരിക്കുന്നത്.